വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യം. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. മതി, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. എല്ലാവരും ഒന്ന് ആവർത്തിച്ച് എന്നോട് പറഞ്ഞു, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. കർത്താവ് യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ആത്മശുശ്രൂഷകളിൽ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും രോഗികളും രോഗമില്ലാത്തവരും അശരണരും അല്ലാത്തവരും അവനെ അനുഗമിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം ആളുകളും യേശുക്രിസ്തുവിനെ അനുഗമിച്ചത് അവൻ്റെ പക്കൽ നിന്നൊരു അത്ഭുതം പ്രാപിക്കാനാ. ചില ആളുകൾ അവൻ്റെ പുറകെ നടന്നത് ഒന്നും പ്രാപിക്കാനല്ല, പ്രാപിക്കുന്നവർ അനുഭവിക്കുന്ന വിടുതലുകൾ കാണാനാ. ഇവിടെ ഇതാ യേശുക്രിസ്തു നടന്നു പോകുമ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെ ഒരു ജാതീയ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഉറക്കെ നിലവിളിച്ചു പറഞ്ഞ്, എൻ്റെ കുഞ്ഞു മകൾ അവൾ ഭൂത ഉപദ്രവത്താൽ അവൾ ഭാരപ്പെട്ടിരിക്കുക, നീ അവളെ സൗഖ്യമാക്കണം. നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ അവൾ വരുന്നു. എന്നാൽ നമ്മൾ വായിച്ച 23 കാണുന്നു, യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പോരാ, ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് ഒന്നിന്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. യേശുവിന്റെ പിന്നാലെ കുറെ സമയമായി നടന്ന് വരുന്ന ഇവൾ മൗനമായി വരുന്നതല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവൾ നിലവിളിച്ചു കൊണ്ടുവരികയാ, അവൾ കാറി കൂകിക്കൊണ്ടുവരികയാ. എന്താണ് അവിടെ വിഷയം? വേറെ ഒന്നുമല്ല, അവളുടെ ഭാവി തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരത്താൽ ആ കുഞ്ഞനുഭവിക്കുന്ന വേദനകൾ ലൈവായി കണ്ട ഒരമ്മ ആ കുഞ്ഞിന്റെ വേദനയിൽ നിന്ന് പ്രശ്നത്തിൽ നിന്നൊരു വിടുതൽ കിട്ടുവാൻ അവൾ യേശുവിനോട് നിലവിളിച്ചു പുറകെ വരികയാ. പക്ഷേ യേശു മൈൻഡ് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ ഹല്ലേലൂയ. നമ്മളൊക്കെ പാടുന്ന പാട്ടുണ്ട്, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് എപ്പോഴുള്ള ചിന്ത, ഞാൻ വിളിക്കുമ്പോഴല്ല എന്റെ യേശുവിനോട് ഉത്തരം പറയണം. അവൻ ഒരു കാര്യം നിങ്ങളുടെ പറയാ, യഥാർത്ഥമായ യേശുക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ് അവന്റെ ഹൃദയം കൊണ്ട് ഹല്ലേലൂയ ആരാധിക്കുന്ന ഒരു യഥാർത്ഥ ദൈവ പൈതലിന് യേശുക്രിസ്തുവിന്റെ മൗനം സഹിക്കാവുന്നതിന്റെ അപ്പുറം. പ്രാർത്ഥനയിൽ നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ വിഷയത്തിനും മറുപടി കിട്ടാൻ പോവാ. നിങ്ങൾ എത്ര പേര് ആമേൻ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആമേൻ പറഞ്ഞെങ്കിലും ഇരുത്തിയാണ് ആമേൻ പറഞ്ഞത്. നമ്മുടെ വിചാരം അതാണ്, എന്റെ പ്രാർത്ഥന മറുപടി ദൈവം തരണോ, എന്റെ നിലവിളി അവൻ കേൾക്കണോ, ഞാൻ ചോദിക്കണോ, മിണ്ടാതിരിക്കരുത്. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മ ഇടപെടുന്നു. യേശുക്രിസ്തു മൗനമായിരിക്കുന്നു, അവനൊന്നും പറയുന്നില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ചില കാര്യമൊക്കെ യേശുവിനോട് നീ പറയുമ്പോൾ അവൻ നിന്നോട് മിണ്ടാതിരുന്നിട്ടുണ്ടോ? അപ്പൊ നിനക്ക് എന്താ തോന്നിയിട്ടുള്ളത്? പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അവന്റെ മൗനത്തിനകത്ത് ഒരു വിടുതലുണ്ടെന്ന് അനുഭവിക്കുന്ന ഒരു ആത്മീക തലമുറയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചില വിഷയങ്ങളൊക്കെ ചില ആളുകൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ മൗനമായിരിക്കാറുണ്ട്, അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ഭാര്യ നമ്മൾ പറയുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുമ്പോൾ, നമ്മുടെ വിശ്വാസങ്ങൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കാറുണ്ട്. ഞാനൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളിൽ പല ആളുകളും നമ്മളോട് ഓരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കുറച്ചു നേരം കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കാനാ. എന്നാൽ യേശുക്രിസ്തു മിണ്ടാതിരിക്കുന്നത് പൊട്ടിത്തെറിക്കാനല്ല, അവിടെ കുടുംബത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാനാ. ഇന്ന് രാത്രി ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നടത്തുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവമെന്ന് നീ അനുഭവിച്ചറിഞ്ഞ് നീ അവനെ വിളിച്ചിട്ടു. ചില വിഷയത്തിന്റെ മറുപടികൾ താമസിച്ചത് കൊണ്ട് അവൻ നിന്നോട്
എന്നോട് മിണ്ടാതിരുന്നത് കൊണ്ട് നിന്റെ ഹൃദയത്തിൽ ശങ്കയുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് മാറിപ്പോകട്ടെ. അവന്റെ മൗനം നമുക്ക് വേദന തന്നെയോ, പക്ഷെ ഒടുവിൽ ഒരു അത്ഭുതം നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കുക. യേശു ക്രിസ്തു ഒന്നും മിണ്ടുന്നില്ല, യേശു ഒന്നും പറയുന്നില്ല അവളോട്. യേശുവിന് എന്താ പറയാൻ താല്പര്യമില്ല എന്നിട്ടാണോ? എനിക്കതിനെ പറ്റി അറിയത്തില്ല. എന്താണ് യേശു മിണ്ടാതിരുന്നത്? ഒന്ന് രണ്ട് കാര്യം നിങ്ങളുമായി പറഞ്ഞ് ചെയ്യാൻ അവസാനിപ്പിക്കോ. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ നിലവിളിച്ച് കരയുമ്പോൾ, കണ്ണീരോടെ നിലവിളിക്കുമ്പോൾ അവൻ നമ്മളോട് മിണ്ടാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ചില വിഷയങ്ങളുമായി അങ്ങോട്ട് ചെന്ന് സംസാരിക്കുമ്പോൾ അവരെ നമ്മളോട് സംസാരിക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകൾ വളരെ വലുതാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, യേശു ഒന്നും മിണ്ടുന്നില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ടും അവൾ അവളുടെ വായ അടക്കുന്നതായി കാണുന്നില്ല. ഞാൻ ചോദിക്കുന്ന, അല്ലയോ സ്ത്രീയെ, നീ ആ ഗുരുനാഥൻ അടുക്കൽ വന്നിട്ട് നിന്റെ ആവശ്യങ്ങൾ സങ്കടത്തോടെ അവനോട് പറഞ്ഞിട്ടു അവൻ നിന്നോട് ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്നാൽ നിലവിളി നിരത്തി തിരിച്ചു പോയിക്കൂടെ എന്ന് പറയുമ്പോൾ അവള് പറയുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം കൊണ്ടുവരാം. ഇത്രയുള്ള അവള് പറയുന്നത്, എന്റെ ഈ വിഷയത്തിനകത്ത് വേറെ ഒരാൾ എന്തെങ്കിലും എന്നോട് പറയുന്നതിനേക്കാൾ എന്റെ ഈ വിഷയത്തെ പറ്റി എന്റെ യേശു എന്നോട് എന്തെങ്കിലും പറയുന്നതാണ് എന്റെ ആഗ്രഹം. നിന്റെ വിഷയം വലുതാ, നിന്റെ വിഷയം വലുതാ, അത് കർത്താവിനറിയാം. നിനക്കൊരു കാര്യം അറിയാം, എന്റെ ഇപ്പോഴത്തെ ഈ വിഷയം, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നം, ആ വിഷയത്തിൽ എന്നെ പരിചയമുള്ള ഒരാൾ ആ വിഷയത്തെ പറ്റി ഒരു അഭിപ്രായം എന്നോട് പറയുന്നതിനേക്കാൾ എന്റെ യേശു എന്നോട് ഈ വിഷയത്തെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവരൊരു ആമേൻ പറഞ്ഞാട്ടെ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാ, ഇന്ന് രാത്രി എന്റെ കൂടപ്പറപ്പുകൾ എന്റെ വിഷയത്തെ പറ്റി എന്നോടൊരു മറുപടി പറയുന്നതിനേക്കാൾ, എന്റെ ബന്ധുക്കൾ എന്നോട് വിഷയത്തെ പറ്റി എന്നോടൊരു കാര്യം സംസാരിക്കുന്നതിനേക്കാൾ, എന്റെ സ്നേഹിതർ എന്നെ പറ്റി എന്റെ വിഷയത്തെ പറ്റി ഒരു അഭിപ്രായം പറയുന്നതിനേക്കാൾ എന്റെ യേശുവിന്റെ ഒരു വാക്ക് ഇന്ന് രാത്രി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന തലമുറയോട് ദൈവാത്മാവ് ഇടപെടുന്നു. സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി സ്വർഗ്ഗം നിനക്ക് വേണ്ടി വാ തുറക്കും. ഞാൻ എൻ്റെ ഒത്തിരി പ്രയാസഘട്ടത്തിൽ ഞാൻ യേശുവിനോട് കരഞ്ഞിട്ടുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. കുറേയേറെ വിഷയങ്ങളൊക്കെ എനിക്ക് യേശുവൻ മറുപടി നൽകിയിട്ടുണ്ട്. ഞാൻ കുറേ പാട്ടുകൾ ഇങ്ങനെ ആത്മാവിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ പാട്ടുകളും ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടോ, ഞാൻ ബൈക്ക് ഓടിക്കുമ്പോഴോ കാറിൽ പോകുമ്പോഴോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ സങ്കടം വരുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുക. അപ്പോൾ കർത്താവ് എന്നോട് ഇടപെടും. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ കുറിക്കുന്ന ഓരോ വരികളാണ് ഞാനിങ്ങനെ പാടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞാൻ എൻ്റെ രോഗത്തിൻ്റെ വിഷയങ്ങളൊക്കെ എൻ്റെ ശരീരത്തിലുണ്ടായ സമയത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചപ്പോൾ ഞാൻ യേശുവിനോട് ഒത്തിരി കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഹല്ലേലൂയ, യേശുവേ നാഥ, മനസ്സാകുമെങ്കിൽ ഒരു വാക്ക് ചൊല്ലി എന്നെ നീ സുഖമാക്കണം. ഒരു വേള ഞാൻ നിന്റെ അരികിൽ വരും. പ്രൈസ് ദി ലോർഡ്. ആശയോടെ യേശുവേ ഞാൻ കാത്തിരിക്കയാ. ഹല്ലേലൂയ. കൂരിരുൾ മൂടുന്ന താഴ്വരയിൽ ഏകനായി ഞാൻ സഞ്ചരിക്കുമ്പോഴും കൂട്ടിനാദി എന്റെ കൂടെയുണ്ട്. കൂടാരമറവിൽ നീ എനിക്ക് അഭയം തരും. എന്നാൽ എന്റെ ആഗ്രഹം എത്രയേ ഉള്ളൂ, ഒരു വാക്ക്, ഒറ്റ വാക്ക് നീ എന്നോടൊന്ന് പറയണം. ഉണ്ടോ നിങ്ങളിവിടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ നാട്ടിലായിരുന്ന സമയത്ത് കോട്ടയത്ത് വെച്ച് കുറെ വർഷം എനിക്ക് ടൈഫോയിഡ് മലേറിയ ഉണ്ടായി. ഞാൻ 22 ദിവസം അവിടെ മെഡിക്കൽ സെന്ററിൽ അഡ്മിറ്റായി കിടന്ന സമയത്ത് ഞാൻ ഓർക്കും, ഞാൻ രക്ഷപ്പെടത്തിൽ എനിക്ക് തോന്നി അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലായി. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ എനിക്കൊരു ബുക്ക് മേടിച്ചോണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഡയറിയെ പറ്റി ചിന്തിക്കാനുള്ള മനസ്സില്ല. അവൾ ബുക്ക് മേടിച്ചോണ്ടെന്ന്, ഒരു പേനായ വേണമെന്ന് പറഞ്ഞു. ഇവിടെ എന്തിനാണ് ഞാൻ എന്തിനാ ആവശ്യപ്പെടുന്നത് നമുക്കറിയത്തില്ല. ഞാൻ ഈ ബുക്കും പേനയൊക്കെ മേടിച്ചു വെച്ച വേറെ എന്തിനു വേണ്ടിയല്ല, ഈ രോഗിയായി ഞാൻ ആശുപത്രി കിടന്നപ്പോൾ എന്നെ ആരെല്ലാം കാണാൻ വന്നു, അവരുടെ പേരെഴുതുക. അവരെനിക്ക് എന്തൊക്കെ തന്നു, കാശ് തന്നവർ എത്ര തന്നു, ഓറഞ്ച് തന്നവരാര്, ആപ്പിൾ തന്നവരാര്, എന്തിനാണെന്നറിയോ? അതിനെ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയിട്ട് പുറത്ത് വരുമ്പോൾ ഇവർക്ക് പ്രയാസം വരുമ്പോൾ പോയി കണ്ടിട്ട് വേണോ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വല്യപ്പൻ്റെ യോഗത്തിൽ മനസ്സാന്തരപ്പെട്ട ഞങ്ങളുടെ നാട്ടിലെ ഒരു അപ്പച്ചൻ എന്നെ കാണാൻ വന്നു. എനിക്കൊരു മോള്, കുഞ്ഞു മോളാ. കർത്താവിന് മുഖത്തോട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ അടുക്കൽ വന്നിരിക്കുക, വരുന്നിരുന്ന് എൻ്റെ മുഖത്തെ കൊണ്ടൊക്കെ നോക്കി എൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതിയെല്ലാം കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇവൻ ചത്തുപോകും.
എന്റെ ദൈവം തമ്പുരാനെ, എനിക്ക് ഈ അപ്പച്ചനെ മുഖത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്നോടെന്തോ പറയാൻ പോവാ. എന്റെ അടുത്ത് വന്നിരുന്ന് എന്റെ കൈയലക്കൊന്ന് തടവിക്കൊണ്ട് പറയാ, മോനെ കുഞ്ഞെ വിഷമിക്കൊന്നും വേണ്ട, കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട്, കൊച്ചിന്റെ കാര്യം ദൈവം നോക്കിക്കോളെന്ന് പറഞ്ഞു. ഞാൻ സത്യമായിട്ടും പറയാം, എനിക്ക് അല്പം ബലമുണ്ടായിരുന്നെങ്കിൽ ആ അപ്പച്ചന്റെ കഴുത്തെ പിടിച്ച് ഞാൻ സത്യമായിട്ട് ഞാൻ അമുക്കമായിരുന്നു. കാരണം ഞാൻ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനല്ല, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? അതോ പോയോ? ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്റെ ആ വിഷയത്തിൽ ഈ അപ്പച്ചൻ എന്നോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് വേദനയുണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറയുന്നത്, കർത്താവേ, എന്റെ കുടുംബക്കാരെന്നോട് എന്റെ വിഷയത്തെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നതിനേക്കാൾ ഇന്ന് രാത്രി ഈ സ്ത്രീ വരുന്നല്ല, ഞാനും വരുന്നു, നീ ഒന്ന് എന്നോട് സംസാരിക്കണം. എന്റെ കൂടെ വാ. ഇത് ഉപവാസ പ്രാർത്ഥനയാ, ഇത് കൺവെൻഷൻ യോഗമല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവാത്മ ഇടപെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറായിക്കോ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ നിന്ന് രാത്രി എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിന്റെ വിഷയത്തെ പറ്റി ദൈവത്തിന് നിന്നോട് പറയാനുള്ളത് ഇന്ന് രാത്രി അവൻ പറയും. ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, യേശു അവിടെ വിട്ടു, സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി എന്നാ കാണുന്നത്. അപ്പോൾ ഈ സ്ത്രീ കുറേ നേരമായി യേശുവിന്റെ പുറകെ ഇങ്ങനെ കൊച്ചിന്റെ കാര്യം പറഞ്ഞോട് വരിക. അവള് പറയുന്ന വാക്കുകളൊക്കെ കേട്ട് 22 വാക്യത്തിലുണ്ട്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. ഒരു ജാതീയ സ്ത്രീയാ. യേശുവിനെ പറ്റി എത്ര കാലം കൊണ്ട് വിളി കേൾക്കുന്നതെന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഒരു ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് പറയുന്ന ഒരു സ്ത്രീയാ. പക്ഷെ അവൾ വിളിക്കുന്ന വിളിക്കകത്ത് കുറെ മർമ്മ കിടപ്പുണ്ട്. നമ്പർ 1, യേശുവേ ദാവീദ് പുത്ര. എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ. അതിലൊരു കാര്യം എനിക്ക് മനസ്സിലായി, അവൾ യേശു ആരാണെന്ന് കേട്ടിട്ട് വിളിക്കുകയല്ല, അവൾ യേശു ആരാണെന്ന് അറിഞ്ഞു വിളിക്കുകയാ. ഇന്ന് രാത്രി കേട്ട് വിളിക്കുന്നവനല്ല വിടുതല്, അറിഞ്ഞു വിളിക്കുന്നവന് വിടുതല. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമൈതലേ, യേശു ആരാണെന്ന് അറിഞ്ഞു വിളിക്കുന്ന തലമുറയെ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നു, ഇത് വിടുതലാ നിനക്ക്. കേട്ട് വിളിക്കുന്നവരും അറിഞ്ഞു വിളിക്കുന്നവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്, എനിക്കറിയാം അല്ലേ. അങ്ങനെ പറയുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. യേശു ആരാന്നറിയാം. ഏത് ഹൈന്ദവരോട് ചോദിച്ചാലും പറയും, മുസൽമാനോട് ചോദിച്ചാൽ അവർ യേശുവിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയും. പക്ഷെ ഇന്ന് രാത്രി ഹോളിനകത്ത് വന്നാൽ നമ്മൾ ആരും അവനെ കേട്ടിട്ട് വിളിക്കുകയല്ല, അവനെ അറിഞ്ഞു വിളിക്കുന്നവരാ. അറിഞ്ഞു വിളിക്കുന്നവർ ആരാധിച്ചോടോ. ഉടവൽ അറിവാന്റെ പാപ്പ അവരോട് ദൈവാത്മ പറയുന്നേ, അറിഞ്ഞു വിളിക്കുന്നവന്റെ വില ഇന്ന് രാത്രി ഒരു വിടുതൽ ഇറങ്ങും. ആമേൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ആ കേട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ യേശുവിനെ വിളിച്ചത് കൊണ്ട് എനിക്ക് വിടുതൽ ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഞാൻ യേശു ആരാന്നറിയുന്നു. അറിഞ്ഞവനെ വിളിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാ, ഇന്ന് രാത്രി ദൈവദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് വിടുതൽ പ്രാപിച്ചു പോകും. ഉറപ്പുള്ളവരാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നോക്കണേ, കുറെ നേരമായി ഇവൾ യേശുവിനെ പുറകെ കിടന്ന് വിളിക്കുക. കുറെ നേരമായി. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്യം അവിടെ ഇങ്ങനെയാണ്, അവൾ യേശുവിന്റെ പുറകെ എങ്ങനെയാ നടക്കുക. ആ ശിഷ്യന്മാര് പറഞ്ഞു അവള് പുറകെ വരിക. ഞാൻ ഓർക്കുക, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ കുറെ നേരമൊക്കെ വിളിക്കും. വിളിച്ചിട്ട് യേശു മിണ്ടാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, അവിടെ തന്നെ അങ്ങ് നിൽക്കും. കുറെ ദിവസം വിളിക്കല്ലേ, കുറെ നാളായിട്ട് വിളിക്കല്ലേ, യേശു മൈൻഡ് ചെയ്തല്ലോ. ഇനിയിപ്പോ പുറകെ പോയിട്ട് കാര്യമൊന്നുമില്ല. അവിടെയാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. അവൻ മിണ്ടാതിരുന്നിട്ടു അവന്റെ പുറകെ നടക്കാൻ മനസ്സ് കാണിക്കുന്ന യേശു എന്നെ മിണ്ടുന്നില്ല, അവനോട് സംസാരിക്കുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുകയല്ല, എന്നിട്ട് ഞാൻ അവനെ അനുഗമിക്കാൻ തയ്യാറാകുകയോ. അങ്ങനെയുള്ള തലമുറ ഉണ്ടോ? ഉറപ്പാ ഇന്ന് രാത്രി അത്ഭുതം നടക്കും.
യേശുവിനെ ഞാൻ എന്റെ കാര്യമെല്ലാം അറിയിച്ചു. എന്നിട്ട് അവനോട് മിണ്ടിയില്ല, അവനോട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നേക്കാം എന്ന് വിചാരിക്കുന്ന കുറെ ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവൻ മിണ്ടാതിരുന്നിട്ടോ, ഒറ്റ യോഗം മുടക്കാതെയോ, അവൻ മിണ്ടാതിരുന്നിട്ടോ, അല്ലെങ്കിൽ അവന്റെ പുറകെ മടക്കാൻ മനസ്സ് വെച്ച നിന്നോടാ ദൈവം പറയുന്നത്, നീ അത്ഭുതങ്ങളെ ഇന്ന് രാത്രി വെട്ടിപ്പിടിക്കോ. മനസ്സിലാകുന്നവരെ ആമേൻ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഞാൻ യേശുവിനെ സേവിക്കാൻ അറിഞ്ഞതിന് ശേഷം കർത്താവ് അവരെ വിടുതൽ തന്നിട്ടുണ്ട്. ചില വിഷയത്തിൽ വിടുതൽ തന്നിട്ടില്ല. എവിടേക്ക് ആരവരെ പുറകെ മടക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊന്നും നിർത്തിയിട്ടില്ല, ഇടയ്ക്കൊന്നും നിർത്തിയിട്ടില്ല, ഇടയ്ക്കൊന്നും നിർത്തിയിട്ടില്ല. അവൻ പ്രാർത്ഥന കേട്ടാലും പ്രാർത്ഥന കേട്ടില്ലല്ലോ, അവൻ മറുപടി തന്നാലും മറുപടി തന്നില്ലല്ലോ, അവൻ നിലവിളി കേട്ടാലും കേട്ടില്ലല്ലോ. ഉടവനെ ഞാൻ മരിക്കുന്നത് വരെ അവന്റെ പുറകെ നടക്കുമെന്ന് തീരുമാനമെടുക്കുന്ന ഒരു ആത്മീയ തലമുറ നമ്മുടെ പട്ടണത്തിൽ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. എന്നോട് സമയമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ പെട്ടെന്ന് ഓടുക. ഞാൻ അതുകൊണ്ട് ചെറിയ കാര്യം പറഞ്ഞ് വെച്ച് പ്രാർത്ഥിക്കും. എന്നാലും കൊള്ളാം. ശിഷ്യന്മാരെ യേശുവെടുക്കുമെന്ന് പറയുന്ന ഒരു രസകരമായ കാര്യമാണ്. കർത്താവേ, കുറേ നേരമായി അവൾ നമ്മുടെ പുറകെ കാരം കുഞ്ഞി നടക്കുക, അവളെ ഒഴിവാക്കണം. എന്താ ശിഷ്യന്മാരെ പറയുന്നത്? എല്ലാവരും പറഞ്ഞോട്ടെ, അവളെ എന്ത് ചെയ്യാനാ? ഒരാമയും പറഞ്ഞോട്ടെ. ഇത് യേശുവിന്റെ അടുക്കൽ ചെന്ന് ശിഷ്യന്മാര് പറഞ്ഞത് ഈ പാവപ്പെട്ട സഹോദരി കേട്ട് കാണും. ശിഷ്യന്മാര് എന്ന് പറയാണ്, അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാര് ഇവർക്കൊണ്ട് റെക്കമെൻഡ് ചെയ്യുക. എങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നറിയോ? അവളെ എങ്ങനെയല്ലോ ഒന്ന് ഒഴിവാക്കണം. നാളെ പക്ഷേ പറഞ്ഞ ഈ ശല്യത്തെ ഒന്ന് ഒഴിവാക്കി തരണം. ഇതവള് കേട്ടു, പക്ഷെ അവളെ നിലവിളി നടത്തിയില്ല. പിന്നെ നിലവിളിച്ചു. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, അത് ഇത്രേ ഉള്ളൂ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയും നിന്റെ ഹല്ലേലൂയയും നിന്റെ സ്തോത്രവും നിന്റെ കണ്ണുനീരും നിന്റെ ഉപവാസവും എല്ലാം ചില ആളുകൾക്ക് ശല്യമായാലും നിന്റെ യേശുവിന് അത് ശല്യമാകാത്തിടത്തോളം കാലം നിലവിളി നിർത്തരുത്, പ്രാർത്ഥന വരുത്തരുത്, ആരാധന വരുത്തരുത്, കയ്യടി വരുത്തരുത്. ഉറപ്പുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഒഴിവാക്ക്. ഞാൻ ഓർത്ത് പ്രത്യേകിച്ച് ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് ദേവദാസന്മാരൊക്കെ അവരുടെ തീരുമാനങ്ങൾ സഭയിൽ അറിയിക്കാൻ തുടങ്ങി. പ്രധാനപ്പെട്ട തീരുമാനം, കുഞ്ഞുങ്ങളൊന്നും സഭയിൽ വരാൻ പാടില്ല, പിന്നെ പ്രായമുള്ളവർ വരികയേ ചെയ്യരുത്. അല്ലേ? അല്ലല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനിടയ്ക്കുള്ള ആൾക്കാരെയാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണോ? കുറേ ദിവസം അല്ല മണിക്കൂറായി യേശുവിന്റെ പുറകെ ഞാൻ വരാന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂടെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചോണ്ട് വരുന്ന സ്ത്രീയെ പ്രൈസലോ, ഞാനാണെങ്കിൽ സത്യമായിട്ടും പറഞ്ഞാണ് പ്രൈസലോ എന്ത് ചെയ്യുമെന്നറിയോ? പ്രൈസലോ, ഞാനിങ്ങനെ ആത്മാക്കൾക്ക് വേണ്ടി ഓടി മുടക്കുക. എവിടെ ആത്മാക്കൾ, എവിടെ ആത്മാക്കൾ പറഞ്ഞ് നടക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ പുറകെ ഒരാൾ വരികയാണെങ്കിൽ പ്രൈസലോ, കഴിവന്റെ പരമാവധി ഞാൻ അവളായാലും അവനായാലും കൂടെ ചേർത്ത് നിർത്താനേ താല്പര്യപ്പെടുകയുള്ളൂ. കാരണം വാ വാ എന്ന് പറഞ്ഞിട്ടും വരാതിരിക്കുന്ന ആളുകൾ ഈ ദേശത്തുള്ളപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ പുറകെ വരുന്നുണ്ടെങ്കിൽ എങ്ങനെയും അവളെ കൂടെ നിർത്താനേ ഞാൻ താല്പര്യപ്പെടുന്നുള്ളൂ. പക്ഷെ പത്രോസ്, യാക്കോബ്, യോഹന്നാനും യൂദയും പറയാ, അവൾ നിലവിളിക്കുന്നു, വരുന്നുണ്ട്, ശല്യത്തെ ഒഴിവാക്കണം. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, അങ്ങനെ ആരാണ്ടോടൊക്കെ ബന്ധത്തിൽ ചിലരൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ആരെല്ലാം നിന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചാലും, ആരെല്ലാം നിന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാലും, നിന്നെ കൂടെ നിർത്താൻ താല്പര്യപ്പെടുന്ന ദൈവത്തിന്റെ കര ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്നു. ആരൊക്കെ നിന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചാലും നിന്നെ ചേർത്ത് നിർത്തി നിന്റെ കുടുംബത്തിനകത്ത് ഒരു അത്ഭുതത്തിന്റെ കരം വെക്കുക യേശു തീരുമാനിച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ പറയുന്നു, ആര് തടഞ്ഞാലോ ഇന്ന് രാത്രി ആ തടസ്സം നിനക്ക് അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ വായിച്ചോണ്ട് ശിഷ്യന്മാർ വന്ന് പറഞ്ഞ കർത്താവേ, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, യേശു പെട്ടെന്ന് പറഞ്ഞൊരു മറുപടിയാണ്, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഒരു നല്ല അമ്മയും പറഞ്ഞാട്ടെ. അത് പോരാ. അപ്പൊ നമുക്ക് യേശുവിനെ ശിഷ്യന്മാരെ റെക്കമെൻഡ് ചെയ്തപ്പോ യേശു കുറിച്ച് പറയാം, ഇസ്രായേലിൽ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ എന്റെ പിതാവ് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ ഇത് പറഞ്ഞത് ഈ പാവപ്പെട്ട സ്ത്രീയോടല്ല, റെക്കമെൻഡ് ചെയ്ത ശിഷ്യന്മാരോടാ. എന്നിട്ടും ഇവളുടെ ചോദ്യത്തിനോ ഇവളുടെ വിഷയത്തിന്റെ മേൽ യേശു ഒരു മറുപടി കിട്ടാത്ത വിഷയമല്ലോ ഉണ്ടോ? ഇന്ന് രാത്രി സ്വർഗ്ഗം അത് പൊക്കാൻ പോവാ.
ദൈവദാസനെ മറുപടി കിട്ടാത്ത വിഷയത്തിനുമേ ഇന്ന് രാത്രി ദൈവത്തിന്റെ കര ചലിക്കാൻ പോകുകയാ. ആമേൻ പറഞ്ഞില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയങ്കര ചിരി വന്നൊരു വാക്യം പറയാം. ഇവിടെ ചിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാതെ പോയ ആടുകളുടെ അടുക്കളയ്ക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പുത്രൻ പറഞ്ഞു. എന്നാൽ അവൾ വന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ എല്ലായിടത്തും പറഞ്ഞു, അവനെ ഒന്നുകൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ഇത്രയും നേരം യേശു ക്രിസ്തുവിന്റെ പുറകെ അവളുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് അവൾ നടന്നു. യേശു ഒന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2019 മുഴുവനും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ യേശുവിടെ പറഞ്ഞു. ചിലതിനൊന്നും യേശു മറുപടി പറഞ്ഞില്ല. 2020 നമ്മൾ നമ്മുടെ കാര്യങ്ങൾ യേശുവിടെ പറഞ്ഞു. അവൻ കേട്ടതല്ലാതെ മറുപടി പറഞ്ഞില്ല. 2021 ഫെബ്രുവരി മാസം ഇത് ആദ്യ ആഴ്ചയിൽ വന്നു. നമ്മൾ അവനോട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നു, അവനൊന്നും മിണ്ടുന്നില്ല. കൂടെ നിൽക്കുന്ന സംഘാടകനോട് പറയാ, ഇസ്രായേലിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ ദൈവം അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ പ്രിസലോ നമ്മുടെ പെണ്ണുപിള്ള ചാടി ഒരു വീഴ്ച കർത്താവിന്റെ കാൽക്കലേക്ക് എന്നിട്ട് അവിടെ ഇരിക്കുക. അവനെ നമസ്കരിച്ചു. ആമേൻ പറഞ്ഞില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായി. ഇത്രയും നേരം അവളെ ആവശ്യങ്ങൾ യേശുവിനോട് പറഞ്ഞുകൊണ്ട് അവനെ പിന്നാലെ നടന്നു. ഇപ്പോൾ അവന്റെ കാൽക്കൽ വീണ് അവനെ ആരാധിക്കാൻ അവൾ തയ്യാറായി. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിലവിളി ആരാധനയിലേക്ക് മാറി. അവന്റെ നിലവിളി ഒരു ആരാധനയിലേക്ക് മാറി. നിലവിളിച്ച ഞങ്ങളുടെ അമ്മാമയുടെ നിലവിളി ഇപ്പോൾ എന്തായി മാറുക? നമസ്കരിച്ചു, അവന്റെ കാലയിലോട്ടൊക്കെ വീണു. ഹല്ലേലൂയ. മനസ്സിലായി വളർന്നിട്ട് കാര്യമില്ല. ഇനി ആരാധിച്ചാൽ പരിപാടി നടക്കുന്നത്. ഒരാമയും പറഞ്ഞാട്ടെ, അത് ഓരോന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മാവിന്റെ ദൂത് പറയാം. പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചില വിഷയങ്ങൾ ദൈവത്തോട് പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർ പലരും ആരാധനയിലേക്ക് വന്നിട്ടില്ല. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന കഴിയുമ്പോൾ ഉടവലറി വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തോട് നിലവിളിക്കുന്ന ചിലർ ആരാധനയ്ക്കായി അവന്റെ കാൽക്കൽ വീഴുന്ന ഒരു കാലം വരാൻ പോവാ. യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങി. പക്ഷേ ന്യായമായിട്ട് ഇവിടെ ആരാധിക്കുമ്പോ അപ്പൊ തന്നെ വിളവ് കിട്ടേണ്ടതാ. അവളോട് കമതവിടെ ആരാധന തുടങ്ങിയപ്പോൾ യേശു പറയാ, കാണാതെ പോയ ആളുകളുടെ കാര്യം പറഞ്ഞു. പൈസലോ മക്കളുടെ അപ്പം പറഞ്ഞില്ലല്ലോ. നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഭേദമല്ല. ഇവിടെ ആരാധന തുടങ്ങി. ആരാധന മൂത്തു അതിന്റെ നല്ല നിലവാരത്തിലെത്തിയിട്ടു യേശു അവളുടെ വിഷയത്തിൽ ഒരു വിടുതൽ അയക്കുന്നില്ല. യേശു പിന്നെ അടുത്ത കാര്യം പറയാം. എന്തോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. അതൊരു പഴയ പാട്ടാണ്. ഞാനും ആ പാട്ട് പാടി ആരാധിച്ചിട്ടുണ്ട്. അത് വടക്കണിലൊക്കെ പോകുമ്പോൾ പിന്നെ അത് ഹിന്ദിയിലേക്കായി മാറും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ ദേഹം ദേഹി ആത്മാവിൽ. ഞാനത് ചോദിക്കേണ്ടത് ഈ മക്കളെ, ഇവള് ശരിയായ ഒരു ആരാധനയിലേക്ക് വന്നല്ലോ. അവന്റെ കാൽക്കൽ വീടല്ലോ, അവനെ നമസ്കരിച്ചു തുടങ്ങിയല്ലോ. എന്നിട്ടാണ് യേശു അവളെ വീഴ്ചകത്തമേ വിടുതലയക്കാത്തത്. അപ്പോൾ എന്റെ കർത്താവ് പറഞ്ഞു, ആരാധിക്കുന്നവൻ അല്ല വിടുതൽ. സ്വത്രം പോയി. ഹല്ലേലൂയ. ഈ നമ്മുടെ ഇടയിൽ നമ്മുടെ ഭാഷമാരെല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ, ഉറക്കെ ആരാധിച്ചു, ആരാധിക്കുമ്പോഴാണ് വിടുതൽ. ഇത് നമ്മുടെ ഒരു സ്റ്റൈലാ. എന്നാൽ വിടുതൽ വെളിപ്പെടുന്നത് ഞാൻ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതിൽ നിന്നല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് രാത്രി നമ്മളെല്ലാം യേശുവിനെ ആരാധിക്കുന്നവരില്ലേ? എത്ര നാളെ നിങ്ങൾ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവരുണ്ട്? ഇതിനകത്ത് ഷുഗർ പേഷ്യന്റ് ഇല്ലേ? BP ഉള്ളവരില്ലേ? പല രോഗമുള്ളവരില്ലേ?
നിങ്ങൾ ഇത്ര കാലം യേശു ക്രിസ്തുവിനെ ആരാധിച്ചിട്ടും അങ്ങനെ ആരാധിക്കുമ്പോൾ ആ വിടുതൽ അങ്ങ് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇതിനെല്ലാം എന്താ വിടുതൽ കിട്ടാതെ പോയത്? സംഗതി കൊടിയല്ലേ? കർത്താവിന് സ്തോത്രം. ഒരു കാര്യം ഉറപ്പാ, എനിക്ക് വിടുതൽ കിട്ടിയാലും ഇല്ലല്ലോ, ആരാധിക്കേണ്ടവനെ ഞാൻ ആരാധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുപോരാ, വെളിച്ചത്തിലല്ല വിടുതൽ, പകരം വ്യവസ്ഥ പാലിക്കുമ്പോഴാ വിടുതൽ വ്യാപരിക്കുന്നത്. പോരാ. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടെ പെട്ടെന്ന് പറയണമെന്ന് എനിക്കുണ്ട്. അവിടെ ആ പദത്തിൽ അവൾ യേശുപ്പന്റെ കാലയിലോട്ട് വീണിട്ട് അവള് പറയുന്ന ഒരു പദമുണ്ട്, കർത്താവേ എന്നെ സഹായിക്കണമേ. എന്ത് ചെയ്യണോ? അങ്ങനാണെങ്കിൽ ഒരു പട്ടണത്തിൽ നിന്നും അടുത്ത പട്ടണം, അത് കഴിഞ്ഞ് അടുത്ത പട്ടണം, അങ്ങനെ വിവിധ പട്ടണങ്ങൾ മുഴുവനും യേശുക്രിസ്തുവിന്റെ പുറകെ ഇവൾ കരഞ്ഞുകൊണ്ട് വന്നതിന്റെ ഒരേ ഒരു ലക്ഷ്യം, ഒരു സഹായത്തിനോട് ഇത്രോ നേരം ഇവളെ നിലവിളിച്ചിട്ട് മിണ്ടാതിരുന്നതിന്റെ കാരണം ഞാൻ പറയാം. അത് വേറെ ഒന്നുമല്ല, മറുപടി കൊടുക്കാതിരുന്നതോ വാ തുറക്കാതിരുന്നതോ അവൾ വരുന്നത് അവനെ അനുഗമിക്കാനല്ല, അവനെ ആരാധിക്കാനല്ല, സഹായം വാങ്ങാനാണ്. അങ്ങനെ കുറെ പേരുടെ കൂടെ പട്ടണത്തിൽ രക്തം ചെയ്യപ്പെടുക്കട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തു പറയാ മക്കളുടെ അപ്പം. ഇവിടെ അപ്പം എന്ന വിഷയത്തെ പഠിപ്പിക്കുന്നത് അവിടെ രോഗശാന്തി എന്ന വിഷയമായിട്ടാണ്. രോഗശാന്തി അപ്പം എന്നാണ് യേശു പറയുന്നത്. അത് മക്കളുടെ അവകാശമാണ്. ആമേൻ പറഞ്ഞില്ല? ഹല്ലേലൂയ. ഇവിടെ കുഞ്ഞിന്റെ മേൽ ഭൂതം കേറി വ്യാപരിച്ച് അവളുടെ രോഗിയായി മാറി. ഈ കുഞ്ഞിന് സൗഖ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒരു രോഗശാന്തി ഉണ്ടാകണം, ഒരു ഹീലിംഗ് ഇവിടെ നടക്കണം. ആ ഹീലിംഗ് അല്ലെങ്കിൽ രോഗശാന്തി മക്കളുടെ അപ്പമാണെന്നാ യേശു പറയുന്നത്. ആരുടെ അപ്പം? ഒന്ന് പറഞ്ഞല്ലോ, ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള ഇന്ന് രാത്രി അത് ഹൃദയത്തിലൊക്കെ പതിച്ചാട്ടെ. മക്കളുടെ ഒരല്ലേ പറഞ്ഞാട്ടെ. അവള് ഇത്ര നേരം വന്ന് ആരാധിച്ചപ്പോഴും അവൾ യേശുവിനോട് ചോദിക്കുന്നത് എന്നാന്നറിയാമോ? സഹായ ചോദിക്കുന്നേ. അവൻ യേശുക്രിസ്തു പറയുന്നു മക്കളുടെ അപ്പം, മക്കളുടെ അപ്പം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിക്കണം, ഇത്രേ ഉള്ളൂ. അപ്പനും അമ്മയും മക്കൾക്ക് കൊടുക്കുന്നത് സഹായമല്ല, മക്കൾക്ക് കൊടുക്കുന്നത് അവകാശമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഉടമലം മക്കൾക്ക് മാതാപിതാക്കൾ നൽകുന്നത് സഹായമല്ല, അവകാശമാണ്. നൽകുന്ന അപ്പന്റെ കടപ്പാണ് ഇവിടെ വരുന്നത്. കേവലം ഒരു സഹായം മാത്രം. പക്ഷെ രോഗശാന്തി എന്തല്ല, സഹായമല്ല, അത് മക്കളുടെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു സഹായത്തിന് വേണ്ടി വന്നതാണോ? വന്നതുപോലെ തിരിച്ചു പോകും. പക്ഷെ ഇന്ന് രാത്രി അപ്പൻ മക്കളെന്ന ബന്ധത്തിന്റെ ഉറപ്പിലേക്ക് ഇന്ന് രാത്രി തന്നെ ചുവടുകളെ നീട്ടി ചവിട്ടിയ ഇന്ന് രാത്രി യേശു നിനക്ക് തരുന്നത് ഒരു സഹായമല്ല, ഇന്ന് രാത്രി നിന്റെ അവകാശങ്ങൾ. മനസ്സിലാക്കുന്നവരാണ് വെച്ചോട്ടെ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, അവൾ ഇപ്പം നിൽക്കുന്ന ആ ചിന്തയിൽ നിന്നു അവളെ മക്കൾ എന്ന, മകളെന്ന ഒരു പദവിയിലേക്ക് നടത്തിയിട്ട് അവിടെ കുടുംബത്തിൽ സൗഖ്യം കൊടുക്കാൻ യേശു ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ 10-29 വർഷമായി കർത്താവിന്റെ വേലയില. ഞാൻ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്ന ഒരു പദമുണ്ട്, പക്ഷേ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്, പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി ഒരു അത്ഭുതം നടക്കുകയാണെങ്കിൽ അവർ കുടുംബമായിട്ട് യേശുവിനെ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാസ്റ്ററോട് പറയാം, ഒന്ന് പ്രാർത്ഥിച്ച ദൈവദാസനെ നിങ്ങളുടെ സഭയിലെ സഹോദരി സൗരം വന്നിട്ട് പറയാം, ഈ ആദ്യത്തോട്ട് എന്ന് പ്രാർത്ഥിച്ചാട്ടെ, അവർക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ഒരു അത്ഭുതം നടക്കുകയാണെങ്കിൽ അവന്റെ മഹത്വം പ്രാർത്ഥനയിൽ വെളിപ്പെട്ടാൽ അവർ കുടുംബം മുഴുവൻ ഇങ്ങ് പറഞ്ഞു പോരും എന്ന് നിങ്ങളുടെ വിശ്വാസികൾ സഭയിൽ ആരെങ്കിലും ഒരാൾ കർത്താവിന്റെ ദാസോട് പറഞ്ഞാൽ ദൈവദാസൻ എന്ത് ചെയ്യും? നിഷ്പക്ഷമായിട്ട് മറുപടി പറയണം, അല്ലെ? പ്രാർത്ഥിക്കല്ലേ? ഒരമ്മ
അവര് പറയുന്ന കാര്യം കേട്ടോ. ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം. അത്ഭുതവും അടയാളവും മഹത്വവും വെളിപ്പെട്ടാൽ ആ കുടുംബം മുഴുവൻ ഇങ്ങനെ വിശ്വാസത്തിൽ പോരും. ഇത് വചനത്തിന്റെ ഉപദേശം അല്ല. വചനത്തിന്റെ ഉപദേശം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും.